ഹായ് ഫ്രണ്ട്സ്, ടൂറിട്ട് പോവാം. ഹീറോയിൻ ഒരു കമ്പനി ജോബ് ചെയ്യുക. അതെ, ഒരു കമ്പനിയാണ്. ആ കമ്പനി വന്നിട്ട് ഭയങ്കര ഫേമസ് ആണ്. ആ കമ്പനിയിൽ ഹീറോയിൻ ജോബ് ചെയ്യുക. ഇന്ത്യയിലാണ്. അയ്യോ ഒരു കഷ്ടം, ഈ കമ്പനിയിൽ എന്തോ ഒരു കഷ്ടമാണ്. ഹീറോയിൻ ഫ്രണ്ട്സിനോട് പറയായിരുന്നു. അതൊക്കെ അതൊക്കെ എന്ത് പറ്റും, അത് എന്ത് ചെയ്യാൻ പറ്റും അനു? ഹീറോയിൻ്റെ പേര് അനുവാണ്. അനു പറയായിരുന്നു, എന്തോ ഒരു കഷ്ടമാണടി, ഇവിടുന്ന് ടോർച്ചറാന്ന്, ഇവിടുത്തെ ഒരു മൊട്ട അങ്കിൾ ഭയങ്കര നമ്മൾ ടെൻഷനാക്കാൻ. ഹീറോ വഴക്ക് പറയായിരുന്നു. അങ്ങനെ ആ മൊട്ട അങ്കിൾ അവിടെ ഇരുന്ന് എല്ലാം കേൾക്കായിരുന്നു. ഹീറോയിൻ ഇരുന്നൊക്കെ അയ്യോ ഈ മൊട്ട അങ്കിൾ വന്നു. ഹീറോയിൻ മുറിക്കുമായിരുന്നു ഹീറോയിനെ നോക്കി. സാർ, എന്താ ഇവിടെ നടക്കുന്നത്? സാർ, നീ ആരാണ് പറയായിരുന്നു? സാർ, നിങ്ങൾ പറഞ്ഞല്ലോ സാർ, ഇങ്ങോട്ട് വാ സാർ, എവിടെ ഇരുന്നോ? എന്നാ സാറിന് ഇരുത്തിയാണ് ആ മൊട്ട അങ്കിളുടെ. ഇവിടെ നോക്കൂ സാർ, ഞാൻ വെറുതെ പറഞ്ഞതാ. ഹീറോയിൻ വീഡിയോ കാട്ടിയായിരുന്നു. അതെ, എനിക്കിപ്പോൾ മെയിലിൽ വന്ന സാർ, എനിക്കിവിടെ ജോലി ഉണ്ടായിരുന്നു സാർ, ഭയങ്കര ടോർച്ചറാണ് സാർ. ഇവിടെ നോക്ക് പാവ കുട്ടി, ഈ മൊട്ട അങ്കിൾ എന്തൊരു ടോർച്ചർ ചെയ്യാൻ നോക്ക് അങ്കിൾ എന്ന് പറഞ്ഞു. ആ അങ്കിൾ നോക്കായിരുന്നു. അങ്കിൾക്ക് ഷോക്കായിരുന്നു. എന്ത്, ഇവരാരാ? മുട്ട അങ്കിളിന് ഹീറോയിൻ ശ്രദ്ധിക്കായിരുന്നു. അയ്യോ എൻ്റെ മോള് എന്ന് മുട്ട അങ്കിൾ ഓടിയായിരുന്നു. ഹീറോയിൻ അയ്യോ സാർ നിൽക്ക്, സാർ ഞാൻ നിങ്ങൾ കളിച്ചാ. ഹീറോയിൻ കൂടെ പോയായിരുന്നു. അതെ, ഒരു മുട്ട അങ്കിൾ, അത് ഹീറോയിൻ്റെ മുട്ട അങ്കിളുടെ മോളായിരുന്നു. അവരെ പിടിച്ച ഒരു മുട്ട അങ്കിളുടെ ഒരാൾ പിടിച്ച് മോളെ ഒരാൾ പിടിച്ചായിരുന്നു. അതുകൊണ്ട് ഹീറോയിൻ്റെ ഞങ്ങൾ കൂടെ വരാമെന്ന് മുട്ട അങ്കിൾ. ശരി ബാ മോളെ, നിങ്ങൾ രണ്ടിൽ വാ എന്ന് പറഞ്ഞായിരുന്നു. ഹീറോയിൻ മുട്ട അങ്കിൾ ഡ്രൈവ് ചെയ്യും, കാറിൽ പോയി. എന്താ ഏത് പ്ലേസ് എന്ന് പറഞ്ഞായിരുന്നു ഹീറോയിൻ. അങ്ങനെ ആ പ്ലേസ് വന്നു നോക്കുമ്പോൾ ആ കുട്ടി വിളിച്ച് കളിക്കായിരുന്നു. വിടടാ എന്നെ, വിട അങ്കിൾ, നിങ്ങൾ എന്ന് വെച്ചാൽ എന്നെ ലവ് ചെയ്യുക, എന്നെ മാരേജ് കഴിയുന്ന. ഹീറോയിൻ മുട്ട അങ്കിളുടെ മോളെ വിളിച്ച് ടോർച്ചർ ചെയ്യുന്നു. മുട്ട അങ്കിൾ വന്നു, എന്താടാ ഇവിടെ നടക്കുന്നത്? ഡാഡി എന്ന് പോയിട്ട് ചെയ്തായിരുന്നു മുട്ട അങ്കിളുടെ മോള്. എന്ത് പറ്റിയടി? അച്ഛാ, ഇവന് ഈ മുട്ട അങ്കിൾക്ക് എന്നെ പിടിച്ചെന്ന്, എന്നെ മാരേജ് കഴിക്കുമ്പോൾ പോകുന്നു. ഇയാൾക്ക് ഓൾറെഡി 11 വൈഫുണ്ട്, എന്നെ 12ാമത്തെ വൈഫ് ചെയ്യാൻ പോകുന്നല്ലോ അച്ഛാ എന്ന് പറഞ്ഞ കാര്യമായിരുന്നു. അതുകൊണ്ട് ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. എന്താ ഇവരെ ഞങ്ങളിലേക്ക് പോവാ? അങ്കിൾ, നിങ്ങൾ ഇവിടെ ഇരുന്നു, ഞാൻ ഇപ്പം വരാം എന്ന് പറഞ്ഞായിരുന്നു. ഹീറോ ഫുള്ള് മാസ്ക് ഇട്ട് ഒരു ഇതിട്ട് ഇങ്ങനെ പോയി ഒരു മുട്ടങ്കിൾ പറഞ്ഞു. അങ്ങനെ ആൾക്ക് ഫോൺ വന്ന് അവിടുന്ന് മുട്ടങ്കിൾക്ക് വായ്ക്ക് പറഞ്ഞു. ഹീറോയിൻ മുട്ടങ്കിൾക്ക് വായ്ക്ക് പറഞ്ഞ് അവിടുന്ന് പോയി. മുട്ടങ്കിൾക്ക് ടെൻഷനായി, ഇവർക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട്, അതൊന്നും സെറ്റാവില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് പോയായിരുന്നു. ഓ എന്ന് പറഞ്ഞ് ഫോൺ വന്ന് സംസാരിക്കായിരുന്നു. ഹീറോയിൻ ദൂരത്തിൽ, അതെ ഹീറോയുടെ ദൂരത്തിൽ ഒരു പ്ലാൻ ചെയ്തായിരുന്നു. ഒരു ബോയ് ഉണ്ടായിരുന്നു. ആ ബോയിൻ്റെ ഞാൻ പറഞ്ഞ മാതിരി ചെയ്ടാന്ന് പറഞ്ഞായിരുന്നു. ആ ബോയ് വന്ന് അങ്കിൾക്ക് പ്രേരടിച്ചിട്ട് ഫുൾ മുളക് പൊടിയിട്ട് അയാളടിച്ച് ചമ്മന്തിയാക്കി വെച്ചു. ഓക്കെ മാം, എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഹീറോ ചിരിച്ചിട്ട് പറയാൻ തുടങ്ങി. എന്നടി വെച്ച എന്ത് സംഭവിക്കും പറഞ്ഞോ? മുട്ട അങ്കിൾക്ക് ആ ന്യൂസ് കിട്ടിയായിരുന്നു. ഒരുപാട് നന്ദിയുണ്ട് മോളെ എന്ന് പറഞ്ഞു. മുട്ട അങ്കിളിൻ്റെ മോളെ പരിചയപ്പെട്ട് അതേ കമ്പനി ജോയിൻ ചെയ്തായിരുന്നു. ഹീറോയ്ക്ക് ജോലി ഫ്രണ്ട്സ് പിടിച്ചായിരുന്നു. ഹീറോയ്ക്ക് 2 ഫ്രണ്ട്സ് ആയിരുന്നു, ഇപ്പോൾ 3 ഫ്രണ്ട്സ് ആയിരുന്നു. ടോട്ടൽ ഹീറോ ഗ്രൂപ്പ് 4 പേര് ഗ്രൂപ്പായിരുന്നു. മുട്ട അങ്കിൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. എൻ്റെ മോൾ തന്നെയാണ്, ഇപ്പം ഫ്രണ്ട്സ് ആയിരുന്നു. അതെ, ഹീറോയിൻ്റെ ഫസ്റ്റ് ഫ്രണ്ടിൻ്റെ പേരാണ് പൂജ, രണ്ടാമത്തെ ഫ്രണ്ടിൻ്റെ പേര് കീർത്തി, ഇപ്പം മൂന്നാമത്തെ ഫ്രണ്ടിൻ്റെ പേര് മായാണ്. മായ പറയാൻ തുടങ്ങി. എന്തായാലും കഷ്ടോടെ, എനിക്ക് വയ്യാന്ന് മായ പറയായിരുന്നു. ശരി എന്നാൽ 2 പേരും 3 പേര് ഭയങ്കര 3 പേര് കൂടിയിട്ട് ഹീറോയിനോട് പറയായിരുന്നു. ഹീറോ ചെയ്ത് ജോലി ചെയ്തിരുന്നു. എല്ലാവരും ഒക്കെ ഇതായിരുന്നു. മുട്ടങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. മുട്ടങ്ങൾക്ക് ഒരു ന്യൂസ് വന്നു. അയ്യോ സിയു വരാൻ പോവാ. അയ്യോ ഈ ന്യൂസ് അറിഞ്ഞ ഇവർ കൂടി എൻജോയ് ചെയ്യുന്നല്ലോ. അയ്യോ ഇപ്പം എന്താ ചെയ്യാ? മായൊക്കെ കോള്, എന്താ അച്ഛാ സിയു വരാൻ പോവാ, അവളോട് പറഞ്ഞ് മനസ്സിലാക്കിക്കോ. ശരി പൂജ, കീർത്തി, അനു, എന്തടി പറ്റി? ഏടി കമ്പനി ഒറിജിനൽ സിഇഒ വരാൻ പോവാ, നമ്മളെല്ലാം ഇപ്പോൾ ജോലി ചെയ്യണം. ശരി, അയ്യോ എപ്പോൾ വരാ? ഇത് നമ്മൾ ഫയൽ ചെയ്താവണം, വേഗം ഇപ്പോൾ വരൂ, നമുക്ക് ഫുൾ ഫയൽ ചെയ്യുമ്പോൾ സാറ് വന്നെത്തും. അങ്ങനെ എല്ലാവരും ബിസി, വേഗം ഫാസ്റ്റ് ജോബ് ചെയ്യായിരുന്നു. ഡിന്നറെല്ലാം മുട്ട അങ്കിൾ വന്ന് കൊടുക്കായിരുന്നു, ഒരാൾ വെച്ച് അതിന് മാൾ വെച്ച് കൊടുക്കായിരുന്നു. അതുകൊണ്ട് ഹീറോയിൻ ഈ ഡിന്നർ വന്നിട്ട് കഴിക്കായിരുന്നു. അത് മാത്രമല്ല ഹീറോയിൻ്റെ ചേട്ടനും കോൾ ചെയ്ത് വെച്ച്, പിന്നെ കീർത്തീൻ്റെ ചേട്ടനും പൂച്ചേൻ്റെ ചേട്ടനും കേൾപ്പിച്ച് അവർ അമ്മനെ വരുത്തിപ്പിച്ചായിരുന്നു. ചേട്ടൻ്റെ അമ്മ അവർ വന്ന് ഫുഡ് കൂട്ടായിരുന്നു. ഹീറോ ജോലി പടപട കഴിക്കായിരുന്നു.
അവൾക്ക് മായ എൻ്റെ അമ്മ വന്ന് കൂട്ടായിരുന്നു. അങ്ങനെ ഒരു കൂട്ടായിരുന്നു ഫുഡ്. അങ്ങനെ വേം പാസ്റ്റ് ജോ ചെയ്തു. ഒരു ഫയൽ തീർന്നു. ഹീറോ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അമ്മ ഓർഡർ എടുത്തു. ഞാൻ പോകാൻ പോകുന്ന ശരി അമ്മ എന്ന്. ഉച്ചയ്ക്കും അങ്ങനെ അവർ കുറേ നേരം ഉണ്ടായിരുന്നു. പിന്നെ ഉച്ചയുടെ ടൈമായി ഫുഡ് കൊടുത്തായിട്ട് അവിടുന്ന് പോയി. ഞാൻ വരാമെന്ന് പറഞ്ഞ് അമ്മയോട് പോയിരുന്നു. ഫുഡ് ടൈം ആകുമ്പോൾ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞ് അവർ ഓടിപ്പോയായിരുന്നു. ഹീറോയി കഷ്ടപ്പെട്ട് ചോദിച്ചതായിരുന്നു. അപ്പോൾ എന്താ ഈ ഫയൽ കഴിഞ്ഞു, ഇനി ഒരു നെക്സ്റ്റ് ഫയൽ മാത്രമേ ഉള്ളതെന്ന് ഹീറോയി പറയായിരുന്നു. ഹീറോയിന് അങ്ങനെ ആ സിഒ വരാൻ പോകുന്ന പറഞ്ഞു. അയ്യോ പാതി ഫയലായത്. ഏത് ഒരു ഫയൽ മൊത്തം തീർന്നു, ഇനി ഒരു ഫയലുണ്ടടി മച്ചേന്ന് പറഞ്ഞായിരുന്നു. ഫുള്ള് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് സിഒ വന്നായിരുന്നു. വരെ നല്ല സ്റ്റൈലായിട്ട് ഇറങ്ങി വന്നായിരുന്നു. കാറിൽ ഇറങ്ങി വന്ന് അകത്ത് വന്നായിരുന്നു. ഹീറോയി ഫുൾ ഫയൽ ചെയ്തായിരുന്നു. മച്ചി സിഒ വരാൻ പോകുന്നു. സിഒമാർ സംസാരിച്ച് വരാന് സിഒമാർ ആദ്യം സംസാരിക്കായിരുന്നു. ഹീറോയി ഫാസ്റ്റ് ചെയ്യാൻ തുടങ്ങി. രണ്ടേ ഉള്ളൂ മച്ചി. അവൾ പറയുന്നത് ഉണ്ട്. അയ്യോ ഒന്ന് തീർന്നു. നിന്നു നിന്നു ഹീറോയി നിന്നു. സിഒമാർ വന്നായിരുന്നു. ഓഫീസിനകത്ത് പോയായിരുന്നു. നെക്സ്റ്റ് ഇങ്ങനെയായിട്ട് ഗ്രൂപ്പ് ഇങ്ങനെ ഓരോന്നാൾ വിളിച്ചായിരുന്നു ഹീറോയി. അയ്യോ സാർ ഇപ്പോൾ വിളിച്ചില്ല. ഓരോന്നാൾ വിളിച്ചായിരുന്നു ഹീറോയി. കുറച്ച് ടീം ഹീറോയിൻ്റെ ഗ്രൂപ്പിൽ സീനിയറിനെ വിളിച്ചായിരുന്നു. അത് ലീഡറിനെ വിളിച്ചായിരുന്നു ഹീറോയി. അയ്യോ ഞങ്ങൾ ഗ്രൂപ്പിനാണ് വിളിച്ചത്. അതെ എല്ലാവരും ഫയൽ കൊടുത്തായിരുന്നു. അങ്ങനെ ഓരോന്ന് ഗ്രൂപ്പ് വിളിച്ച ഇങ്ങനെ ഹീറോയിൻ സീനിയർ വിളിച്ചായിരുന്നു. അങ്ങനെ ബാക്കി ഗ്രൂപ്പിനെ വിളിക്കാൻ പറഞ്ഞായിരുന്നു. ബാക്കി ഗ്രൂപ്പിൽ ഫസ്റ്റ് ഗ്രൂപ്പ് അവരെ വിളിച്ചായിരുന്നു. ഫസ്റ്റ് ഗ്രൂപ്പിൽ അങ്ങനെ ഓരോന്ന് ഫയൽ നോക്കി ശരി ഓക്കെ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഗ്രൂപ്പിനെ എല്ലാവർക്കും ഇങ്ങനെ അവർ ഗ്രൂപ്പിൽ ഇതാക്കിയാണ്. ഹീറോയി കഷ്ടപ്പെട്ട് ബാക്കി ഫയലുണ്ടായിരുന്നു. 2 ഫയൽ ഹീറോയിൻ്റെ ഫ്രണ്ടും അതെ മറ്റേ 2 ഫയൽ നമുക്കുള്ളത്. അങ്ങനെ 2 ഫയൽ മൊത്തം തീർത്തായിരുന്നു. ഇപ്പോൾ ഒരു ഫയൽ അതിലെല്ലാം ഗ്രൂപ്പായിരുന്നു. അതിൽ ടീമിൽ ടോട്ടൽ 7 പേര് കഴിഞ്ഞു. ഇനി ജിൻ പറയാൻ തുടങ്ങി. ഇവരെ ഞാൻ നോക്കിക്കോളാം. അത് 10 ഗ്രൂപ്പാണ്. 10 പേര് ആ ഗ്രൂപ്പിലുള്ളത്. 10 പേര് ചെയ്തു. ഇനി ഇപ്പോൾ ഹീറോയുടെ ഗ്രൂപ്പ് വിളിച്ചാണ്. അയ്യോ മച്ചി നമ്മളെ ഗ്രൂപ്പ് ഹീറോയി എല്ലാം എരി കഴിഞ്ഞായിരുന്നു മച്ചി. ഇനി 2 അക്ഷരമുള്ളത് അങ്ങനെ എല്ലാം എരി കഴിഞ്ഞു ഹീറോയി. അങ്ങനെ ഹീറോയിൻ്റെ ഗ്രൂപ്പിൽ കുറേ പേരുണ്ട്. 10 ഗ്രൂപ്പ് 10 പേരെ ഉണ്ട്. 10 പേരെ വിളിച്ചായിരുന്നു. ഹീറോയുടെ സീനിയറും പോയായിരുന്നു. 7 പേര് പോയായിരുന്നു. അയ്യോ മച്ചി ഞങ്ങൾ പോകണമായിരുന്നു. അങ്ങനെ അവർ 7 പേര് പോയായിരുന്നു. ഹീറോയി ചേച്ചി സാഡായിരുന്നു. 7 പേർക്ക് ഇതായി ചെയ്ത് കഴിഞ്ഞു. 7 പേര് പിന്നെ ഹീറോയിനെ വിളിച്ചായിരുന്നു. ഹീറോയിന് ബാക്കിയവർ വിളിച്ചായിരുന്നു. ഹീറോയിൻ പോയായിരുന്നു. തലബഗ്ഗി ഉണ്ടായി.